ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. 6ാമത്തെ ചാപ്റ്ററാണത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മുടെ വാഹനത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ഘടകങ്ങളെ പറ്റിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്നുള്ളത് നോക്കാം. Electrical power system is a network of electrical components which is used to generate, store and supply electrical energy to various devices. Electrical power system എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കമ്പോണൻസിന്റെ ഒരു ശൃംഖലയാണ്. ഇത് ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന്, അതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന്, അതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റിയെ വേരിയസ് ഡിവൈസിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓഫ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽ ഇൻക്ലൂഡ്സ് 1 സ്റ്റാർട്ടിംഗ് സിസ്റ്റം, 2 ചാർജിംഗ് സിസ്റ്റം, 3 ഇഗ്നിഷൻ സിസ്റ്റം, ലൈറ്റിംഗ് സിസ്റ്റം ആൻഡ് അതർ ആക്സസറീസ്. ഇലക്ട്രിക്കൽ സിസ്റ്റത്തെ കുറെ സബ് സിസ്റ്റംസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സിസ്റ്റമാണ്, 2 ചാർജിംഗ് സിസ്റ്റം, 3 ഇഗ്നിഷൻ സിസ്റ്റം, ലൈറ്റിംഗ് സിസ്റ്റം ആൻഡ് അതർ ആക്സസറീസ്. സ്റ്റാർട്ടിംഗ് സിസ്റ്റം നമ്മൾ എന്തിനാണ് വാഹനത്തിൽ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. സിസ്റ്റത്തിന് പ്രധാനമായിട്ടും വേണ്ടത് ഒരു ബാറ്ററിയും അതേപോലെ ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറുമാണ് വേണ്ടത്. അതാണ് അതിന്റെ കമ്പോണൻസ് പറയുന്നത്. അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് ദ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. ചാർജിംഗ് സിസ്റ്റം വാഹനം റൺ ചെയ്യുന്ന സമയത്ത് ബാറ്ററി കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചാർജിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ചാർജിംഗ് സിസ്റ്റത്തിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ ഉണ്ടാവും, അതേപോലെ ഒരു റെഗുലേറ്റർ ഉണ്ടാവും, ബാറ്ററി ഉണ്ടാവും. ഇത്രയാണ് ചാർജിംഗ് സിസ്റ്റത്തിലെ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററി അല്ലെങ്കിൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ബാറ്ററിയെ കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ചാർജിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇഗ്നിഷൻ സിസ്റ്റം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വാഹനങ്ങളിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി കംപ്രഷനിൽ എയർ ഫ്യൂൽ മിക്സറിനെ ഇഗ്നേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ലൈറ്റിംഗ് സിസ്റ്റമാണ്. വാഹനങ്ങളിൽ പല ടൈപ്പിലുള്ള ലൈറ്റിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നത് സിഗ്നലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ലൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. വാഹനം വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ലൈറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അതേപോലെ രാത്രി കാലങ്ങളിൽ വാഹനത്തെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ഹെഡ്ലൈറ്റ് എന്ന് പറയും. അതേപോലെ രാത്രി കാലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു പാർക്ക് ലൈറ്റ് ഉണ്ടാവും. അതേപോലെ ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്കും അതിന്റെ സിഗ്നൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലൈറ്റിംഗ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്നത്. അതർ ആക്സസറീസിൽ ഉൾക്കൊള്ളുന്നത് നമ്മുടെ ഹോൺ സർക്യൂട്ട് വരും. അത് കൂടാതെ വിൻസ്ക്രീൻ വൈപ്പർ, മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വിൻസ്ക്രീനിൽ വരുന്ന വെള്ളം തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് വിൻസ്ക്രീൻ വൈപ്പർ വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്കിംഗ് മെക്കാനിസം, അതെല്ലാം അതർ ആക്സസറീസിനകത്താണ് വരുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ പ്രധാന കമ്പോണന്റായ ബാറ്ററിയെ കുറിച്ചിട്ടാണ്. Battery is an electrical device which is used to store electrical energy in chemical form and it is released when required. ബാറ്ററി എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ ഫോമിൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഈ കെമിക്കൽ ഫോമിലുള്ള ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് ആവശ്യമുള്ളപ്പം ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യാനായിട്ടും പറ്റും. It is an electrical device which is used to store electrical energy in a chemical form and is released when required. It is supply electrical energy to starting motor, ignition system, headlight circuit, horn circuit, etc. ബാറ്ററി നമുക്ക് പ്രധാനമായിട്ട് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. വെറ്റ് ടൈപ്പ് ബാറ്ററി ആൻഡ് ഡ്രൈ ടൈപ്പ് ബാറ്ററി. Types of battery.
A wet battery is to be charged by an electrical source after being filled with an electrolyte before it is used. ഒരു വെറ്റ് ടൈപ്പ് ബാറ്ററി ഉപയോഗിക്കുന്നത് അതിൽ ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്തതിനു ശേഷം ഇലക്ട്രിക്കൽ സോഴ്സ് വെച്ച് അതിനെ ചാർജ് ചെയ്തിട്ടാണ് വെറ്റ് ടൈപ്പ് ബാറ്ററി ഉപയോഗിക്കുന്നത്. ഡ്രൈ ടൈപ്പ് ബാറ്ററി കൺസിസ്റ്റ് ഓഫ് fully charged positive or negative plate which can be used immediately and in any position. ഡ്രൈ ടൈപ്പ് ബാറ്ററിയിൽ ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള പോസിറ്റീവോ നെഗറ്റീവോ പ്ലേറ്റ്സ് ആണ് ഉള്ളത്. അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ വെറ്റ് ടൈപ്പ് ബാറ്ററിക്കുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. നമ്മുടെ വാഹനങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് തന്നെയാണ് നമുക്ക് പഠിക്കാനും അതിന്റെ വർക്കിംഗുമാണ് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. എന്നാൽ ഡ്രൈ ടൈപ്പ് ബാറ്ററി എന്ന് പറയുന്നത് ആൽക്കലൈൻ ബാറ്ററിയും സിങ്ക് എയർ ബാറ്ററിയുമാണ് ഡ്രൈ ടൈപ്പ് ബാറ്ററി എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയിലെ കമ്പോണൻസിനെ പറ്റിയിട്ടാണ്. കമ്പോണൻസ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിലെ കമ്പോണൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടെയ്നർ, പ്ലേറ്റ്സ്, സെപ്പറേറ്റർ, സെൽ കവർ, ടെർമിനൽസ്, ഫില്ലർ ക്യാപ്പ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഇത്രയാണ് ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിലുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഓരോ കമ്പോണൻസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കണ്ടെയ്നർ. നമ്മുടെ ഒരു ലെഡ് ആസിഡ് ബാറ്ററി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറമേ കാണുന്ന ആ ഭാഗത്തെയാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്തിനൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? പ്ലേറ്റ്സിനെ, ബാറ്ററി പ്ലേറ്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇലക്ട്രോലൈറ്റിനെയും ഉൾക്കൊള്ളുന്ന ആരാണ്? കണ്ടെയ്നർ ആണ്. A 12 volt lead acid battery consists of 6 compartments for accommodating 6 cells. At the bottom of the container, a vertical ribs are provided for placing the plates. Each compartment are sealed by cell covers. കണ്ടെയ്നർ ഉണ്ടാക്കിയിരിക്കുന്നത് എബണൈറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് ആണ്. ഈ കണ്ടെയ്നറിനെ 6 കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കണ്ടെയ്നറിന്റെ അടിഭാഗത്ത് വെർട്ടിക്കൽ ആയിട്ടുള്ള റിബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാറ്ററിയുടെ അതിന്റെ ക്രോസ് സെക്ഷൻ എങ്കിൽ ഇതാണ് വെർട്ടിക്കൽ റിബ്സ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ റിബ്സ്. ഈ വെർട്ടിക്കൽ റിബ്സ് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആവുന്ന സമയത്ത് ഇതിനകത്ത് ആക്റ്റീവ് മെറ്റീരിയൽസ് താഴേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ താഴേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ്, പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും തമ്മിൽ കോണ്ടാക്ട് ആയി ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബാറ്ററി ചൂടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിബ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പറയാനുള്ള ബാറ്ററി പ്ലേറ്റ്സ്. പ്ലേറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു 2. ഒന്ന് പോസിറ്റീവ് പ്ലേറ്റ്സ്, 2 നെഗറ്റീവ് പ്ലേറ്റ്സ്. പ്ലേറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ഗ്രിഡ്സ് pasted with active materials. Positive plate consists of lead antimony grid pasted with lead peroxide, and negative plates consist of grids pasted with spongy lead. Plates രണ്ട് തരത്തിലാണ് ഉള്ളത്. പോസിറ്റീവ് പ്ലേറ്റ്സും നെഗറ്റീവ് പ്ലേറ്റ്സും. പോസിറ്റീവ് പ്ലേറ്റ്സിന്റെ ഗ്രിഡിൽ ലെഡ് പെറോക്സൈഡ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നെഗറ്റീവ് പ്ലേറ്റിന്റെ ഗ്രിഡ്സിൽ സ്പോഞ്ചി ലെഡാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രിഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അലോയ് ഓഫ് ലെഡ് ആൻഡ് ആന്റിമണി കൊണ്ടാണ്. ഇതൊരു പ്ലേറ്റ് ഗ്രിഡിന്റെ ഫിഗർ ആണ്. ഇത് വെർട്ടിക്കൽ റിബ്സും ഇതേപോലെ ഹൊറിസോണ്ടൽ റിബ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രിഡിനകത്ത് ഈ
ഫില്ല് ചെയ്തേക്കുന്നതാണ് ലെഡ് പെറോക്സൈഡ് അല്ലെങ്കിൽ സ്പോഞ്ചി ലെഡ് എന്ന് പറയുന്നത്. ഈ ഗ്രിഡിൽ ലെഡ് പെറോക്സൈഡ് ആണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് പ്ലേറ്റ് ആവും. അതേപോലെ ഈ ഗ്രിഡിൽ സ്പോഞ്ചി ലെഡ് ആണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് പ്ലേറ്റ് ആവും. സെപ്പറേറ്റർ: എ തിൻ ഷീറ്റ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ such as wood, glass, porous rubber or PVC for avoiding the contact between positive or negative plates. These are called separators. പോസിറ്റീവോ നെഗറ്റീവോ പ്ലേറ്റോ തമ്മിൽ ടച്ച് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനിടയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന തിന്നായിട്ടുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് സെപ്പറേറ്റർ എന്ന് പറയുന്നത്. യൂസ്ഡ് ടു അവോയ്ഡ് കോണ്ടാക്ട് ബിറ്റ്വീൻ positive and negative plates. Cell covers are placed on the top of the compartment which is made up of ebonite. It consists of holes for filling the electrolyte, distilled water or checking the specific gravity of ഇലക്ട്രോലൈറ്റ്. കണ്ടെയ്നറിലെ ഓരോ കമ്പാർട്ട്മെന്റിന്റെയും മുകളിലായിട്ടാണ് സെൽ കവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എബണൈറ്റ് ആണ്. സെൽ കവറിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഹോള് വഴിയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുകയോ അതുമല്ല ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂള് ഇറക്കി അതിൻ്റെ ഇലക്ട്രോലൈറ്റ് കളക്ട് ചെയ്യുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹോൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സെൽ കവറിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. സെൽ കവർ. ഇതൊരു സെൽ കവറിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നടുക്ക് കൊടുത്തിരിക്കുന്ന ഹോളാണ്. ഇത് ടെർമിനൽസ്. Terminals. These are the point in which we can collect the electrical current. ഇലക്ട്രിക്കൽ കറണ്ടിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആ പോയിന്റുകളെയാണ് ടെർമിനൽസ് എന്ന് പറയുന്നത്. ഒരു ഓട്ടോമൊബൈൽ ബാറ്ററിക്ക് സാധാരണയായിട്ട് രണ്ട് മെയിൻ ബാറ്ററി ടെർമിനൽസ് ആണ് ഉള്ളത്. ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും. ഈ ടെർമിനൽസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. ഇതൊരു ബാറ്ററിയുടെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പിലാണ് ടെർമിനൽസ് ഉള്ളത്. പോസിറ്റീവ് ടെർമിനലിന് വലിപ്പം നെഗറ്റീവ് ടെർമിനലിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഓട്ടോമൊബൈൽ ബാറ്ററിക്ക് 6 സെല്ലുണ്ട്. ആ സെല്ലുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു സെല്ലാണ്, ഇത് രണ്ടാമത്തെ സെല്ലാണ്, ഇത് മൂന്നാമത്തെ സെല്ലാണ്, ഇത് നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ. ഒരു സെല്ലിന് ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. ഈ ടെർമിനൽ ഈ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലാണ്, കൂടാതെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമാണ്. അടുത്ത ടെർമിനൽ എന്ന് പറയുന്നത് ഈ ടെർമിനലാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. ഈ നെഗറ്റീവ് ടെർമിനൽ അടുത്ത സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് സെൽ കണക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്തേക്കും. ഈ സെല്ലിലെ നെഗറ്റീവ് ടെർമിനൽ അടുത്ത സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് സെൽ കണക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്യും. അതേപോലെ ഓരോ സെല്ലും കണക്ട് ചെയ്ത് വന്നതിന് ശേഷം ഈ ലാസ്റ്റ് ആറാമത്തെ സെല്ലിൽ അതിന്റെ പോസിറ്റീവ് ടെർമിനൽ അഞ്ചാമത്തെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ സെൽ കണക്ടർ ഉപയോഗിച്ചിട്ട് ബന്ധിപ്പിച്ചേക്കുവാണ്. ഈ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ, അതായത് ബാറ്ററിയുടെ
നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത് ഫില്ലർ ക്യാപ്പ്. Filler caps are used to plug the filler holes. ഫില്ലർ ഹോളിനെ ക്യാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫില്ലർ ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. ഫില്ലർ ക്യാപ്പ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഹോൾ വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു എസ്കേപ്പ് ദ ഗ്യാസ് ഡ്യൂറിംഗ് കെമിക്കൽ റിയാക്ഷൻ. Small hole in the filler cap help to escape gases produced during the chemical reaction. Chemical reaction എന്ന് പറയുന്നത് ബാറ്ററിയിൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്നത് അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ്. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ഗ്യാസ് ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും ഒക്കെ ലിബറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് എസ്കേപ്പ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഫില്ലർ ക്യാപ്പിനകത്ത് ചെറിയൊരു ഹോള് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ്. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി. നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ആണ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പാർട്ട് സൾഫ്യൂരിക് ആസിഡും 3 പാർട്ട് വെള്ളവും ചേർന്നതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3. 1 എന്ന് പറയുന്നത് H2SO4 ഉം 3 എന്ന് പറയുന്നത് H2. സൾഫ്യൂരിക് ആസിഡ്